ആൻറ്റി ക്യാൻസർ ഡ്രഗിൻ്റെ ഫാർമക്കോളജി അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. ദീസ് ആർ ദ ഡ്രഗ്സ് വിച്ച് വിൽ ഐദർ കിൽ എ ക്യാൻസർ സെൽ ഓർ ദേ വിൽ മോഡിഫൈ ദെയർ ഗ്രോത്ത്. ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്തിനെ കില്ല് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്നതോ ആയിട്ടുള്ള ഡ്രഗ്സിനെയാണ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആൻഡ് യൂസസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ we can define anti-cancer drugs as the drugs which will either kill a cancer cell or modify their growth. ഓൾറെഡി പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വലിയൊരു ക്ലാസിഫിക്കേഷനാണ്. മെയിനായിട്ട് 3 മെയിൻ ക്ലാസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ആൻറ്റി ക്യാൻസർ ഡ്രഗിനെ. സൈറ്റോടോക്സിക് ഡ്രഗ്സ്, ടാർഗറ്റഡ് ഡ്രഗ്സ് ആൻഡ് ഹോർമോണൽ ഡ്രഗ്സ്. ഇനി ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സൈറ്റോടോക്സിക് ഡ്രഗിന് വീണ്ടും 10 സബ് ഡിവിഷൻസുകളുണ്ട്. ടാർഗറ്റഡ് ഡ്രഗ്സിന് വീണ്ടും 5 സബ് ഡിവിഷൻസുകളുണ്ട്. ഹോർമോണൽ ഡ്രഗ്സിന് വീണ്ടും 12 സബ് ക്ലാസസുകളുണ്ട് അല്ലെങ്കിൽ സബ് ഡിവിഷൻസുകളുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്. ആൻറ്റി ക്യാൻസർ ഡ്രഗിൽ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷനാണ് സൈറ്റോടോക്സിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പേരും തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും, സെല്ല് സൈറ്റോടോക്സിക്, സെല്ലിന് ടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സുകളാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെല്ലിനെ കില്ല് ചെയ്യും, സെല്ലിന് അത് ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ക്യാൻസർ സെല്ലിനെ ഗ്രോത്തിനെ മോഡിഫൈ ചെയ്യല്ല ചെയ്യുക, ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുക, ഗ്രോത്ത് സെല്ലിൻ്റെ ഗ്രോത്തിനെ കില്ല് ചെയ്യുക അല്ലെങ്കിൽ സെല്ലിനെ കില്ല് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് സൈറ്റോടോക്സിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനനുസരിച്ച് വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൽക്കലിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, പ്ലാറ്റിനം കോർഡിനേഷൻ കോംപ്ലക്സസ്, ദെൻ ആൻറ്റി മെറ്റബോളൈറ്റ്സ്. ഇതാണ് ഇതിൻ്റെ 3 മെയിൻ ക്ലാസിഫിക്കേഷൻ സൈറ്റോടോക്സിക് ഡ്രഗിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആൽക്കലിനേറ്റിംഗ് ഡ്രഗ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നൈട്രജൻ മസ്റ്റാർഡ് ലൈക്ക് മെക്ലോർ എത്തമീൻ, സൈക്ലോഫോസ്ഫമൈഡ്, ഇഫോസ്ഫമൈഡ്, ക്ലോറാംബ്യൂസിൽ, മെഫലാൻ, then ethyl amines like thiotepa, then alkyl sulfonate like busulfan, nitrous ureas like carmocytin and lamicytin, then triazine like dicarbazine and temozolomide, then methyl hydrazine like procarbazine. ഇതാണ് ആൽക്കലിനേറ്റിംഗ് ഏജന്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള മെക്കാനിസം എന്നുള്ളതൊക്കെ ഓരോ ക്ലാസ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും. Now, platinum coordination complex like cisplatin, carboplatin and oxaloplatin. Then antimetabolites. Antimetabolites എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഡിനോവോ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള പ്രോസസ്സിൻ്റെ നമ്മളെ ബോഡിയിലുള്ള ഫോളിക് ആസിഡ്, പ്യൂരിൻ ആൻഡ് പിരമിഡിൻ ആയിട്ടുള്ള ബേസസുകൾ, അതിനോടൊക്കെ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള ഡ്രഗ്സുകളാണ് ആൻറ്റി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. ഫോളേറ്റ് ആൻറ്റഗോണിസ്റ്റ് ലൈക്ക് മെത്തോട്രെക്സേറ്റ് ആൻഡ് പ്രിമിട്രെക്സഡ്, ആൻഡ് പ്യൂരിൻ ആൻറ്റഗോണിസ്റ്റ് ലൈക്ക് 6 മെർകാപ്റ്റോപ്യൂരിൻ, 6 തയോഗ്വാനിൻ, അസാതയോപ്രിൻ ആൻഡ് ഫ്ലുഡാറാബിൻ. പിരമിഡിൻ ആൻറ്റഗോണിസ്റ്റ് ലൈക്ക് 5 ഫ്ലൂറോയുറാസിൻ, കാപ്പിസിറ്റാബിൻ ആൻഡ് സിറ്റാറാബിൻ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് 3 classification of cytotoxic drug. ഇനി നാലാമത്തെ നമ്മൾ സൈറ്റോടോക്സിക് ഡ്രഗ്സിന് 10 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 3 ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നാലാമത്തേതാണ് മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. മൈക്രോട്യൂബ്യൂൾ ഡാമേജിങ് ഏജൻറ്റ്സ് ലൈക്ക് വിങ്ക ആൽക്കലോയിഡ് ലൈക്ക് വിംഗ്രിസ്റ്റിൻ, വിംബ്ലാസ്റ്റിൻ, വിനോറലാബിൻ. നമ്മൾ ശവനാറി എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ ചിലപ്പോൾ ഗാർഡനിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് ശവനാറി എന്ന് പറയുന്നത്, വിങ്ക എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആൽക്കലോയിഡ് ആണ് വിങ്ക ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആൻ ആൻറ്റി ക്യാൻസർ ഡ്രഗ്. ദെൻ ടാക്സൈൻ, പാക്ലിടാക്സൽ ആൻഡ് ഡോക്കിടാക്സൽ, ദെൻ എസ്ട്രാമസ്റ്റിൻ. Then topomerase 2 inhibitors like etoposide,
topomerase 1 inhibitors like topotecan and irinotecan. Then antibiotics like actinomycin D, doxorubicin, danorubicin, epirubicin, mitoxantrone, bleomycin and vitomycin. Then miscellaneous agents like hydroxyurea, L-asparginase, tretinoin and arsenic trioxide. So these are the classifications of cytotoxic drug. അപ്പോൾ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു: സൈറ്റോടോക്സിക് ഡ്രഗ്, ടാർഗറ്റഡ് ഡ്രഗ് ആൻഡ് ഹോർമോണൽ ഡ്രഗ്സ്. സൈറ്റോടോക്സിക് ഡ്രഗ്സിനെ വീണ്ടും 10 സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തതാണ് ടാർഗറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. നമ്മളെ ബോഡിയിൽ ചില എൻസൈംസുകളെ ടാർഗറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ടാർഗറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. തൈറോസിൻ പ്രോട്ടീൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് ഇമാറ്റിനിബ്, നിലോറ്റിനിബ്. ദെൻ EGF, epidermal growth factor inhibitors like geftinib, erlotinib and cetuximab. Then angiogenesis inhibitors. Angiogenesis എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ബ്ലഡ് വെസലിൻ്റെ ഫോർമേഷന് പറയുന്ന പേരാണ് ആൻജിയോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻജിയോജെനസിസ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ടാർഗറ്റ് അല്ലെങ്കിൽ ഏതൊരു സൈറ്റിലാണോ ക്യാൻസർ സെല്ല് വന്നിട്ടുള്ളത് ആ സൈറ്റിലോട്ട് പോകുന്ന ബ്ലഡ് വെസൽസിൻ്റെ ഫർദർ ഫോർമേഷൻ, സെല്ല് വലുതാവുന്നതിനനുസരിച്ച് സെല്ലിന് ആവശ്യത്തിന് ഓക്സിജനും ബ്ലഡും ഒക്കെ കിട്ടണം. അപ്പോൾ ആ ഏരിയയിലോട്ട് സ്വാഭാവികമായിട്ടും ഒരു ബ്ലഡ് വെസൽ ഫോർമേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ക്യാൻസർ ട്യൂമർ എന്നൊക്കെ പറയുമ്പോൾ എക്സസ് ആയിട്ടുള്ള അൺകൺട്രോളബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവുന്ന സമയത്താണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് വരുന്ന ബ്ലഡ് വെസൽസിൻ്റെ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആൻജിയോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രഗ്സുകൾ കൊടുക്കുക. സുനിറ്റിനിബ് ആൻഡ് ബിവാക്സിമുമാബ് എന്നൊക്കെ പറയുന്ന ഡ്രഗ്സുകളാണ് അതിനുള്ള എക്സാമ്പിൾ. പ്രോട്ടിയോസോം ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് ബോട്ടിസൊമീബ്. ദെൻ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ലൈക്ക് റിട്ടോക്സിമാബ്. Now coming to the third classification of anti-cancer drug, that is hormonal drugs. നമ്മളെ ബോഡിയിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പല ക്യാൻസേഴ്സുകളും ഉണ്ടാവാനുള്ള ചാൻസസുകളുണ്ട്. അപ്പോൾ ഹോർമോണിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അഗണിസ്റ്റുകളായിരിക്കാം, അൻറ്റഗോണിസ്റ്റുകളായിരിക്കാം, അങ്ങനെയുള്ള പല ഡ്രഗ്സുകളും ആൻറ്റി ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ലൈക്ക് പ്രെഡ്നിസലോൺ, ഈസ്ട്രോജൻസ് and agonists like ethyl estradiol and phosphestrol. Then selective estrogen receptor modulators like tamoxifen and tormifin. Then selective estrogen receptor down regulators like fulvestrant. Then aromatase inhibitors like letrozole, anastrozole and exemestane. Then anti-androgens like flutamide and bicalutamide. Then 5-alpha reductase inhibitors like finasteride and duterasteroids. Gonadotropin releasing analogs like nafarelin, lioprolin and tritrolin. Then progestin like 5-hydroxyprogesterone acetate. അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ ഡ്രഗ്സുകളും നമ്മൾ എൻഡോക്രൈൻ ഫാർമക്കോളജിയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രെഡ്നിസലോൺ ആയാലും ഈസ്ട്രജൻസുകളായാലും സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റേഴ്സുകളായാലും അരാമറ്റേസ് ഇൻഹിബിറ്റേഴ്സ്, ആൻറ്റി ആൻഡ്രോജൻസ്, ഇതൊക്കെ ആൻഡ്രോജൻസിലായിട്ടും ഈസ്ട്രജൻസിലായിട്ടും പ്രൊജസ്റ്റിൻസിലായിട്ടും പല എൻഡോക്രൈൻ ഫാർമക്കോളജി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ നമ്മൾ ഈ പറയുന്ന ഡ്രഗ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യില്ല. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുക ആൻറ്റി ക്യാൻസർ ഡ്രഗിൽ സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആയിട്ടുള്ള ആൽക്കലിനേറ്റിംഗ് ഏജൻസ്, പ്ലാറ്റിനം കോർഡിനേഷൻ കോംപ്ലക്സ് ഏജൻസുകളായിട്ടുള്ള ഡ്രഗ്സുകൾ, ആൻറ്റി മെറ്റബോളൈറ്റ്സുകൾ, മൈക്രോട്യൂബ്യൂൾ ഡാമേജിങ് ഏജൻസുകൾ, topomerase 1 and 2 inhibitors, then antibiotics, miscellaneous agents, ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ.
അതാണ് നമ്മൾ മെയിനായിട്ട് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആൻറ്റി ക്യാൻസർ ഡ്രഗിൻ്റെ ഇൻഡിവിജ്വൽ ക്ലാസിഫിക്കേഷനിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പച്ച കളറിൽ കാണുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്ന പച്ച കളറിൽ കാണുന്നതെല്ലാം നമ്മളെ ബോഡിയിൽ എങ്ങനെയാണ് പുതുതായിട്ടൊരു സെല്ല് ഫോം ചെയ്യുന്നത് അതിന് വേണ്ട റിയാക്ഷൻസുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്യാൻസർ സെൽസ് എന്ന് പറയുന്നത് തന്നെ നമ്മളെ ബോഡിയിൽ നോർമൽ ആയിട്ടുള്ള ഒരു സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്പർ ഓഫ് സെൽ ഡിവിഷൻ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് സെൽ ഡെത്ത് എന്നുള്ള രീതിയിലാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. ഇൻ ഏർലി അഡോളസെന്റ് വരെയുള്ള സമയത്ത് നമ്മളെ ബോഡീൻ്റെ ഗ്രോത്തിനനുസരിച്ച് എക്സസ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ നടന്ന് നമുക്ക് ബോഡി ബൾക്കാവുന്നുണ്ട്. അത് നോർമലാണ്. നോർമലായിട്ട് ബോഡി ബിൽഡ് ആവുന്ന പ്രോസസ്സുകളൊക്കെ സെൽ ഡിവിഷൻ നടന്നിട്ട് തന്നെയാണ് വരുന്നത്. അതിലൊന്നും സംശയമില്ല. ആ സമയത്ത് ആ ഇനീഷ്യൽ ഫേസിൽ നമ്പർ ഓഫ് സെൽ ഡിവിഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് സെൽ ഡെത്ത്. പിന്നെ നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുന്ന സമയത്ത് പിന്നെ ഫർദർ ആയിട്ട് നമ്മളെ ബോഡി സാധാരണഗതിയിൽ ഗ്രോ ചെയ്യാറില്ല. ഒരു സ്പെസിഫിക് ഹൈറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രോട്ടീൻ കൂടുന്ന സമയത്തുണ്ടാവുന്ന തടിക്കുക എന്നുള്ള, അല്ലെങ്കിൽ പ്രോട്ടീൻ ലൈപ്പിഡ് കൂടുന്ന സമയത്തുണ്ടാവുന്ന തടിക്കുക എന്നുള്ള പ്രോസസ്സ് അല്ലാതെ നമ്മളെ ബോഡിയിൽ സാധാരണഗതിയിൽ ട്യൂമേഴ്സുകളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ ബോഡിയിൽ നമ്പർ ഓഫ് സെൽ ഡിവിഷൻ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് സെൽ ഡെത്ത്. പുതിയ സെല്ല് ഉണ്ടാവുന്നതിനനുസരിച്ച് പഴയ സെല്ലുകൾ ഡെഡായിട്ട് സ്കിന്നിൽ നിന്നൊക്കെ നമുക്കറിയാം, സ്കിന്നിൽ നിന്നൊക്കെ സെല്ലുകൾ ഷെഡ് ചെയ്ത് പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആയിട്ട് സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്തുണ്ടാവുന്ന മാസ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ നിയോപ്ലാസം അല്ലെങ്കിൽ ക്യാൻസർ സെൽസ് എന്ന് പറയുന്നത്. അൺകൺട്രോളബിൾ ആയിട്ട് നമ്മളെ ബോഡിയിൽ സെൽ ഡിവിഷൻ നമ്മളെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് വരുന്ന സമയത്ത്, ചില സമയത്ത് ഹോർമോൺസിൻ്റെ പ്രസൻസ് ഉണ്ടാവുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഈ അഡോളസെന്റ് വരെ ഞാൻ പറഞ്ഞു, ആ സമയത്ത് ആൻഡ്രോജൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അനാബോളിസം ഉണ്ടാക്കുന്നത്. ബോഡിയിൽ മസിൽ ബിൽഡപ്പ് ഉണ്ടാക്കുന്ന ഹോർമോൺ എന്ന് പറയുന്ന അനാബോളിസമാണ്. അപ്പോൾ ആൻഡ്രോജൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യും. നല്ല രീതിയിൽ ബൾക്കായിട്ട് ബോഡിയിൽ മസിൽസുകൾ വരും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നടക്കുന്ന കുറച്ച് റിയാക്ഷൻസുകളാണ് നമുക്ക് ഏറ്റവും മിനിമം ആദ്യം വേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡ് എന്നുള്ളതാണ്. സെൽ ഡിവിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഫോളിക് ആസിഡാണ്. ഫോളിക് ആസിഡ് നമ്മളെ ബോഡിയിൽ അതിൻ്റെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ടെട്രാ ഹൈഡ്രോ ഫോളിക് ആസിഡ് ആക്കി മാറ്റും. ഫോളിക് ആസിഡ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ ടെട്രാ ഹൈഡ്രോഡക്ടേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻസൈംസിൻ്റെ പ്രസൻസിലൊക്കെയാണ് ആ ഒരു റിയാക്ഷൻസ് നടക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഫോളിക് ആസിഡിനെ ടെട്രാ ഹൈഡ്രോ ഫോളിക് ആസിഡ് ആക്കി മാറ്റും. ഈ ടെട്രാ ഹൈഡ്രോ ഫോളിക് ആസിഡിൻ്റെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ടെട്രാ ഹൈഡ്രോ ഫോളിക് ആസിഡിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ ബോഡിയിൽ ന്യൂക്ലിയോടൈഡിന് ആവശ്യമായിട്ടുള്ള പ്യൂരിൻ ആൻഡ് പിരമിഡിൻ നൈട്രജൻ ബേസസുകൾ സിന്തസിസ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് ഗ്വാനിൻ ആൻഡ് അഡ്നിൻ, പ്യൂരിൻ നൈട്രജൻ ബേസസുകളായിട്ടുള്ള ഗ്വാനിനും അഡ്നിനും, അതുപോലെ പിരമിഡിൻ നൈട്രജൻ ബേസസുകളായിട്ടുള്ള സൈറ്റോസിനും തൈമിനും യുറാസിലും. RNA ആണെന്നുണ്ടെങ്കിൽ യുറാസിൽ, DNA ആണെന്നുണ്ടെങ്കിൽ തൈമിൻ. ഓക്കെ, അപ്പോൾ അതെല്ലാം ഉണ്ടാവുന്നതൊക്കെ ഈ ഫോളിക് ആസിഡ് എന്ന ടെട്രാ ഹൈഡ്രോ ഫോളിക് ആസിഡ് എന്നാണ്. ഇനി നൈട്രജൻ ബേസ് റൈബോ ഷുഗർ ആണോ ഡിയോക്സി റൈബോ ഷുഗർ ആണോ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് അത് RNA ആവാം, DNA ആവാം. അതിനോട് എത്ര ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ച് മോണോഫോസ്ഫേറ്റ്, ഡൈഫോസ്ഫേറ്റ്, ബൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സുകൾ വരും. ദെൻ അത് DNA ആയിട്ട് മാറും. ന്യൂക്ലിയോടൈഡ്സുകൾ ജോയിൻ ചെയ്തിട്ടൊരു DNA ആയിട്ട് മാറും. സഫീഷ്യൻ്റ് ആയിട്ടുള്ള DNA റെപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം അത് നമുക്ക് പണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ, ക്രോമസോം എന്ന് പറയുന്ന സാധനം ഒരു വിങ്സ് പോലെയാണ്. അത് രണ്ട് സൈഡിലോട്ടും നമ്മൾ അതിനെ വലിക്കും. വലിക്കുന്ന സമയത്ത്
ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതുപോലെ സെല്ലിൻ്റെ അകത്ത് ജനറ്റിക് മെറ്റീരിയൽ റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോമസോമിനെ രണ്ട് സൈഡിലോട്ടും ഓറിയൻറ്റ് ചെയ്യും. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒരു സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്യും. ആ സ്പിൻഡിൽ ഫൈബറാണ് ക്രോമസോമിനെ രണ്ട് എക്സാക്ട് ഹാഫായിട്ട് വലിച്ച് രണ്ട് സൈഡിലോട്ടും കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ സെൽ ഡിവിഷൻ പഠിക്കുന്ന സമയത്ത് തൊട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൈറ്റോട്ടിക് ഡിസ്റപ്ചർ ഉണ്ടാവും. അങ്ങനെയാണ് സെൽ മൈറ്റോസിസ് ഉണ്ടായിട്ട് ഒരു സെല്ല് രണ്ട് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സെൽ ഡിവിഷൻ. ഈ ഒരു സെൽ ഡിവിഷൻ അൺകൺട്രോളബിൾ ആയിട്ട് നടക്കുന്ന സമയത്താണ് നമ്മളെ ബോഡിയിൽ ക്യാൻസർ സെൽസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നിയോപ്ലാസം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സൈറ്റോട്ടിക് ഡ്രഗ്സുകളൊക്കെ ആക്ട് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ഇനി ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഫോളിക് ആസിഡിനെ ടെട്രാഹൈഡ്രോ ഫോളിക് ആസിഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെത്തോട്രെക്സേറ്റ് ഫോളിക് ആസിഡിനെ ടെട്രാഹൈഡ്രോ ഫോളിക് ആസിഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനെ പ്രിവെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്യൂരിനും പിരമിഡിനും ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യും. ഫർദർ ആയിട്ട് ന്യൂക്ലിയോടൈഡ് DNA സെൽ ഡിവിഷൻ ഉണ്ടാവുന്നതിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് മെത്തോട്രെക്സേറ്റിൻ്റെ ആക്ഷൻ. അതുപോലെ ഓരോരോ സ്റ്റെപ്പിലുള്ളതാണ്. ഗ്വാനിൻ്റെ ന്യൂക്ലിയോടൈഡ് ആക്കി മാറ്റുന്ന സ്ഥലത്ത് ആക്ട് ചെയ്യുന്നതാണ് തയോഗ്വാനിൻ എന്ന് പറയുന്നത്. അതുപോലെ അഡ്നിൻ ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറ്റുന്ന റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് മെർകാപ്റ്റോപ്യൂരിൻ എന്ന് പറയുന്നത്. സൈറ്റോസിൻ ന്യൂക്ലിയോടൈഡ് ആക്കുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ഹൈഡ്രോക്സി യൂറിയ. ദെൻ പിരമിഡിൻ അതുപോലെ തൈമിൻ ആസ് വെൽ ആസ് യുറാസിൽ ഇതിനെ അതിൻ്റെ റെസ്പെക്റ്റീവ് ന്യൂക്ലിയോടൈഡ് ആക്കി മാറ്റുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് 5-ഫ്ലൂറോയുറാസിൽ എന്ന് പറയുന്ന ഡ്രഗ്സുകൾ. ഇനി ന്യൂക്ലിയോടൈഡ് അത് സ്പെസിഫിക് അറേഞ്ച്മെൻറ്റിൽ വരുന്ന സമയത്താണ് അതിനെ DNA എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ഹൈഡ്രോക്സി യൂറിയ ആസ് വെൽ ആസ് ആൽക്കലിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്ന ഡ്രഗ്സുകൾ. ദെൻ DNA RNA ആക്കി മാറ്റുന്ന ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ DNA ഒക്കെ ഉണ്ടായി, ഇനി സെല്ല് രണ്ടെണ്ണം ആവണം എന്നുണ്ടെങ്കിൽ അവിടെ ജനറ്റിക് മെറ്റീരിയലിനെ സെപ്പറേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് മൈറ്റോട്ടിക് ഫൈബേഴ്സ് എന്ന് പറയുന്ന സംഗതികൾ. അപ്പോൾ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് മൈറ്റോട്ടിക് ഡിസ്റപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓവറാൾ ആൻറ്റി ക്യാൻസർ ഡ്രഗിൻ്റെ മെക്കാനിസം ഓഫ് സൈറ്റോടോക്സിക് ഡ്രഗിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്നും പറയുന്ന സമയത്ത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് എൻസൈംസിൻ്റെ പേരുകളൊക്കെ നമ്മൾ മെക്കാനിസത്തിൽ വരും. ഇപ്പോൾ ബേസിക് ആയിട്ട് ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പറയുന്ന ഫോളിക് ആസിഡിനെ ടെട്രാഹൈഡ്രോ ഫോളിക് ആസിഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗാണ് മെത്തോട്രെക്സേറ്റ് എന്ന് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇനി മെത്തോട്രെക്സേറ്റ് പഠിക്കുന്ന സമയത്ത് പറയും ടെട്രാഹൈഡ്രോ ഫോളേറ്റ് റിഡക്ടേഴ്സ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗാണ് മെത്തോട്രെക്സേറ്റ് എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകും. ഇപ്പോൾ ഇത് ഓവറാൾ ആയിട്ട് ആൻറ്റി ക്യാൻസർ ഡ്രഗിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വേറൊരു റെപ്രസെൻറ്റേഷൻ ആണ് എന്താണ് പ്യൂരിൻ സിന്തസിസിനെ, അത് റൈബോന്യൂക്ലിയോടൈഡ് ആക്കുന്നതിന് ഇൻഹിബിറ്റ് ചെയ്യുന്നത് 6-മെർകാപ്റ്റോതയോ ഗ്വാനിൻ, അതുപോലെ തന്നെ മെത്തോട്രെക്സേറ്റ്, ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേഴ്സ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, ഇതെല്ലാം റൈബോന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നതിന് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. ദെൻ റൈബോന്യൂക്ലിയോടൈഡ് ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ഹൈഡ്രോക്സി യൂറിയ, അതുപോലെ തന്നെ 5-ഫ്ലൂറോയുറാസിൻ. ഇനി അതിനെ DNA ആക്കി മാറ്റുന്ന സമയത്ത് അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ആൽക്കലിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്നൊക്കെ പറയുന്ന ഡ്രഗ്സുകൾ. ദെൻ ഈ മൈക്രോട്യൂബ്യൂൾസ് അവസാനം RNA വന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട മൈക്രോട്യൂബ്യൂൾസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് വിങ്ക ആൽക്കലോയിഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. മിനിമം ഈ ഒരു ഫിഗറെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക, ഓവറാൾ ആൻറ്റി ക്യാൻസർ ഡ്രഗിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ ഓരോ ആൻറ്റി ക്യാൻസർ ഡ്രഗിനും വളരെ ടോക്സിക് ആയിട്ടുള്ള പല അഡ്വേഴ്സ് എഫക്ട്സുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്, ജനറൽ ടോക്സിസിറ്റി ഓഫ് സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഓഫ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ്.
ആൻറ്റി ക്യാൻസർ ഡ്രഗിൽ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഒന്ന് സൈറ്റോടോക്സിക് ഡ്രഗ്, രണ്ടാമത് ടാർഗറ്റഡ് ഡ്രഗ്, മൂന്നാമത് ഹോർമോണൽ ഡ്രഗ്സ്. അതിൽ സൈറ്റോടോക്സിക് ഡ്രഗ്സ് പേര് പറയുന്ന പോലെ തന്നെ സെല്ലിന് ടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സുകളാണ്. അപ്പോൾ അതിൻ്റെ ടോക്സിസിറ്റി കുറച്ചും കൂടിയും സിവിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മാത്രമായിട്ട് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ജനറൽ ടോക്സിസിറ്റി ഓഫ് സൈറ്റോടോക്സിക് ഡ്രഗ്സ് അല്ലെങ്കിൽ ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ എന്താണ് ആ ടോക്സിസിറ്റി എന്ന് ആദ്യം പറയാം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് ഡൗട്ടുകൾ വരേണ്ടതാണ്. അപ്പോൾ അതിനുള്ള മറുപടി നമുക്ക് അപ്പോൾ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ബോൺ മാരോ ഡിപ്രഷൻ. ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ബോഡിയിൽ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന 2 രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ബോണിൽ ഉണ്ടാവുന്ന സെൽസ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റാ ലിംഫോസൈറ്റ്സ്, ബോൺ മാരോന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റാ ലിംഫോസൈറ്റ്സ് സെൽസുകൾ വഴി സിന്തസിസ് ചെയ്യുന്ന ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടായിട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഏത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനെതിരെ നമ്മളെ ബോഡിയിൽ നിന്ന് ലിംഫോസൈറ്റ്സുകൾ ഉണ്ടായി, പ്ലാസ്മ സെൽസുകൾ ഉണ്ടായി, ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടായി, ആൻറ്റിബോഡി ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി, അതിനെയാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യും എന്നുള്ളതായിരിക്കും. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് ഒറ്റ വേർഡിൽ ഒരു ടോക്സിസിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് കഴിക്കുന്ന ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി കുറയും, സ്വാഭാവികമായിട്ടും കുറയും. അതിനുള്ള ദിസ് ഇസ് ദ മോസ്റ്റ് സീരിയസ് ടോക്സിക് എഫക്റ്റ് ഓഫ് സൈറ്റോടോക്സിക് ഡ്രഗ്. ഒരുവിധം സൈറ്റോടോക്സിക് ഡ്രഗ്സിനൊക്കെയുള്ള ഒരു ADR എന്ന് പറയുന്നത് ബോൺ മാരോ ഡിപ്രഷനാണ്. ദെൻ ലിംഫോ റെറ്റിക്കുലാർ ടിഷ്യൂ. ബോൺ മാരോയിൽ സിപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഇൻഹിബിറ്റഡ് ആകും. ഇനി ലിംഫോ റെറ്റിക്കുലാർ ടിഷ്യൂസിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെൽ മീഡിയേറ്റഡ് ആസ് വെൽ ആസ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് വിൽ ബി സപ്രസ്ഡ്. അപ്പോൾ 2 രീതിയിലുള്ള ഇമ്മ്യൂണിറ്റിയും ഓവറാൾ ഇമ്മ്യൂണിറ്റി തന്നെ സപ്രസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. Now in oral cavity they may produce thrombocytopenia, bleeding gum, xerostomia or dryness of the mouth, then progression of dental caries. ഇപ്പോൾ ഈ ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാരുടെ വായ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ളതായിരിക്കും. അതുപോലെ അവരുടെ ഗം മോണേന്ന് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസസുകളുണ്ട്. ഇനി ഓൾറെഡി വായയിൽ ഇൻഫെക്ഷൻസുകളൊക്കെ വന്നിട്ട് ഡെന്റൽ കാരീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പ്രോഗ്രസ് ആയിട്ട് കൂടുതൽ ഇൻഫെക്ഷൻസിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസസുകളൊക്കെ ഉണ്ട്. ഓക്കെ, നൗ ഇൻ GIT ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഡയറിയ, ഷെഡിങ് ഓഫ് മ്യൂക്കോസ, ഹെമറേജസ് due to decreasing rate of removal of gastrointestinal mucosal lining, then nausea and vomiting due to direct stimulation of chemo trigger zone. അതുകൊണ്ടാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർ കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന് എപ്പോഴും അവർക്ക് ഡയറി ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലീഡിങ് വരും, വോമിറ്റിംഗ് വരും. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ഈ ആൻറ്റി ക്യാൻസർ ഡ്രഗ് കീമോതെറാപ്പി കൊടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ എഫക്റ്റാണ്. ഓക്കെ, നൗ ഇൻ 5th വൺ ദ സ്കിൻ ആൻഡ് ഹെയർ. സാധാരണ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കീമോതെറാപ്പി കൊടുക്കുന്ന ആൾക്കാരെ അലോപേഷ്യ ഉണ്ടാവും, അതായത് ഫാൾ ഓഫ് ഹെയർ. അപ്പോഴും മുട്ട അടിച്ചിട്ടുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് മുടി കൊഴിഞ്ഞു പോയിട്ട് തന്നെയാണ്. ഓക്കെ, മുട്ട അടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്, അത്രയും കുറവായിരിക്കും മുടി. അപ്പോൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളത് എപ്പോഴും ഷേവ് ചെയ്ത് വെക്കുന്നത്, സ്കിൻ ഹെയർ അവിടെ അലോപേഷ്യ ഉണ്ടാവുക എന്നുള്ളത്. Now coming to the reproductive system, it will inhibit the gonadal cell. അപ്പോൾ എന്താ സംഭവിക്കുക? മെയിൽസിലാണെങ്കിൽ ഒലിഗോസ്പേമിയ, ലോ കോൺസെൻട്രേഷൻ ഓഫ് സ്പേം ഉണ്ടാവും, ഇമ്പോർട്ടൻസ് ഉണ്ടാവും, ആൾക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവില്ല. മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആൻറ്റി ക്യാൻസർ ഡ്രഗ് എടുക്കുന്ന ആൾക്കാർക്ക് ലോ കോൺസെൻട്രേഷൻ ഓഫ് സ്പേം ആയിരിക്കും. അതുപോലെ ഫീമെയിൽസിലാണെങ്കിൽ ദർ വിൽ ബി ഇൻഹിബിഷൻ ഓഫ് ഓവുലേഷൻ ആൻഡ് അമ്നോറിയ, മെൻസസ് ഇല്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക പീരിയഡ്സ് ഇല്ലാത്തൊരവസ്ഥ വരാനുള്ള ചാൻസ് ഉണ്ട്. അതും ഇമ്പോർട്ടൻസിലോട്ടാണ് ലീഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് ടെറാറ്റോജെനിസിറ്റി. ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആണ് ഈ സൈറ്റോടോക്സിക് ഡ്രഗ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ലീഡ്സ് ടു ഫീറ്റൽ അബ്നോർമാലിറ്റി,
ആൻഡ് ഇറ്റ് മേ കോസ് അബോഷൻ വരെ ഉണ്ടാക്കാനുള്ള ചാൻസ്, ഫീറ്റൽ ഡെത്ത് ഉണ്ടാക്കാനുള്ള ചാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. Now carcinogenicity, another important ADR or toxicity. There will be chance for a secondary cancer. നമ്മളൊരു ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ സൈറ്റോടോക്സിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. ഇത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേറൊരു ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ലുക്കീമിയ, ലിംഫോമ, ഹിസ്റ്റോസൈറ്റിക് ട്യൂമേഴ്സ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. Then hyperuricemia, there will be an increased level of uric acid in blood. അപ്പോൾ എന്താ സംഭവിക്കുക, ഗൗട്ട് പോലെയുള്ള കണ്ടീഷൻസുകൾ ഉണ്ടാവും, ജോയിൻറ്റുകളൊക്കെ സ്റ്റിഫാവും, ജോയിൻറ്റ് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇത്രത്തോളം ടോക്സിസിറ്റി പറഞ്ഞു ഇല്ലേ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, ഇത്രയും ടോക്സിസിറ്റി ഒക്കെ ഉണ്ടായിട്ടും പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു സൈറ്റോടോക്സിക് ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത്. ഒരാളെ സംബന്ധിച്ചോളം ഇനി ആളുടെ സിസ്റ്റത്തിൽ അഫക്റ്റ് ചെയ്യാൻ ഒരു സിസ്റ്റവും ബാക്കിയില്ല. GIT, അതുപോലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സ്കിൻ, ഈ ഈവൻ ക്യാൻസർ വരെ ഉണ്ടാവാനുള്ള ചാൻസസുകളുണ്ട്. എന്നുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും, എന്തിനാണ് പിന്നെ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഡ്രഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. ക്യാൻസർ എന്ന് പറയുന്നത് ട്രീറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത കണ്ടീഷനാണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ മാത്രം യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് സൈറ്റോടോക്സിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. പല ഡ്രഗ്സുകളും അതല്ലാതെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സുകളും ഉണ്ട് കേട്ടോ സൈറ്റോടോക്സിക് ഡ്രഗ്സിൽ. അത് അതിൻ്റെ കൂടെ പറയുന്നത് ഇനി മെത്തോട്രെക്സേറ്റ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ആൻറ്റി ക്യാൻസർ ഡ്രഗ് ആണ്, പിന്നെ എന്തിനാണ് ഇവിടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കരുത്. അത് കുറച്ച് ചില സാധനങ്ങൾ ഇമ്മ്യൂണോ സപ്രസൻസുകളും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്കത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ഒരാൾക്ക് നമ്മളൊരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ, അല്ലെങ്കിൽ നേരെ തിരിച്ച് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഒരു ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് ബെനിഫിറ്റ് ആണോ കൂടുതൽ, റിസ്ക് ആണോ കൂടുതൽ എന്ന് നോക്കിയിട്ടാണ് ഒരാൾക്ക് ഒരു ഡ്രഗ് കൊടുക്കുക. നോർമലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം നമ്മൾ സൈറ്റോടോക്സിക് ഡ്രഗ്സ് കൊടുക്കുന്ന സമയത്ത് ആൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റിനെക്കാളും കൂടുതൽ റിസ്ക് ആണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നോർമൽ ഒരു പേഷ്യൻസിന് നമ്മൾ ഇത് കൊടുക്കാറില്ല. ഇനി ടെർമിനലി ഇൽഡായിട്ടുള്ള ക്യാൻസർ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് ആൾക്കുണ്ടാവുന്ന റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ എന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് റിസ്കിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ആണ് ഈ ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുക, മീൻസ് കിട്ടുക. അതുകൊണ്ടാണ് ക്യാൻസർ ഡ്രഗ്സിൽ മാത്രം അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ മാത്രം നമ്മൾ സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് മനസ്സിലാക്കുക. കാരണം ഇത്രയൊക്കെ ടോക്സിസിറ്റി നമ്മൾ ഓൾറെഡി പറയാണ്. ഡ്രഗ് പഠിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞു ബോൺ മാരോ സപ്രഷൻ ഉണ്ടാവുന്നുണ്ട്, ലിംഫോ റെറ്റിക്കുലാർ ടിഷ്യൂ സപ്രഷൻ ഉണ്ടാവുന്നു, ഓറൽ ക്യാവിറ്റിയിൽ ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, GITയിൽ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്, ഡയേറിയ ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടും നമ്മൾ ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ റീസണേ ഉള്ളൂ. അവിടെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിൽ നമ്മൾ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കുന്ന സമയത്ത് ബെനിഫിറ്റ്സ് കൂടുതലായതുകൊണ്ടാണ് സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ സൈറ്റോടോക്സിക് ഡ്രഗ്സ്. ഇനി നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ഡ്രഗിലോട്ടും വരികയാണ്, ഓരോ ക്ലാസ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രഗ്സിലോട്ട് വരികയാണ്. ഫസ്റ്റ് വൺ ഈസ് ആൽക്കലിനേറ്റിംഗ് ഏജന്റ്. സൈറ്റോടോക്സിക് ഡ്രഗിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൽക്കലിനേറ്റിംഗ് ഏജന്റ്. അതിൽ നൈട്രജൻ മസ്റ്റാർഡ് ആയിട്ടും ഈഥൈലമീൻ, നൈട്രോസൂറിയ ഇങ്ങനെയുള്ള ഡ്രഗ്സുകളൊക്കെയാണ്. ഇപ്പോൾ ജനറൽ ആയിട്ട് ഒറ്റ മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിച്ചു വെക്കുക ആൽക്കലിനേറ്റിംഗ് ഏജന്റിന്. ആൽക്കലിനേറ്റിംഗ് ഏജന്റിലുള്ള ഏത് ഡ്രഗ് ചോദിച്ചു കഴിഞ്ഞാലും സെയിം മെക്കാനിസം എഴുതി വെക്കുക. ഓക്കെ, സോ വാട്ട് is the mechanism of action of alkylating agent? Alkylating agent കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അതൊരു കാർബോണിയം അയോൺ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗ് ഒരു കാർബോണിയം അയോൺ ആയിട്ട് മാറും. കാർബോണിയം അയോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഒരു സംഗതി. ഇപ്പോൾ നിങ്ങൾ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ പഠിക്കുന്ന സമയത്ത് there will be an initiation, then there will be an propagation and there will be an termination. രണ്ട് ഫ്രീ റാഡിക്കൽസുകൾ അവസാനം വന്ന് ഫ്യൂസ് ആവുന്ന സമയത്താണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. അതുവരെ അതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രീ റാഡിക്കലാണ് കാർബോണിയം അയോൺ എന്ന് പറയുന്നത്.
ആൽക്കലൈനൈസിങ് ഏജന്റിന്റെ ഫ്രീ റാഡിക്കലിനെയാണ് കാർബോണിയം അയോൺസ് എന്ന് പറയുന്നത്. അതായത് ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ ആൽക്കലൈനേറ്റിംഗ് ഏജന്റ് എന്ന് പേര് വരാനുള്ള കാരണം തന്നെ ആൽക്കൈൽ ഗ്രൂപ്പുകൾ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതല്ല ആൽക്കലൈറേഷൻ റിയാക്ഷൻസുകൾ നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവും. അത് മാക്രോമോളിക്കുലാർ സെൽസുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. അത് സ്വാഭാവികമായിട്ടും നോർമലായിട്ട് DNA ആയിട്ട് മാറേണ്ട ഒരു മാക്രോമോളിക്യൂൾസിനെ ക്രോസ് ലിങ്കിങ്ങോ അല്ലെങ്കിൽ അബ്നോർമൽ ബേസ് പെയറിങ്ങോ അല്ലെങ്കിൽ ചിലപ്പോൾ DNA സ്ട്രാൻഡിന് കട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള റിയാക്ഷൻസുകളോ ഉണ്ടാക്കും. അങ്ങനെയാണ് ഫർദർ ആയിട്ടുള്ള DNA സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൽക്കലിനേറ്റിംഗ് ഏജന്റ് ന്യൂക്ലിയോടൈഡ് DNA ആയിട്ട് മാറുന്ന സ്ഥലത്ത് ആക്ട് ചെയ്യുന്നതാണ് എന്നുള്ളത്. ഞാൻ നേരത്തെ ഓവറാൾ പറഞ്ഞ സമയത്ത് അത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽക്കലിനേറ്റിംഗ് ഏജന്റ് ന്യൂക്ലിയോടൈഡ് DNA ആയിട്ട് മാറുന്ന റിയാക്ഷൻസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർബോണിയം അയോൺ ഉണ്ടാവുന്നുണ്ട്, അത് ആൽക്കൈൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അത് ക്രോസ് ലിങ്ക് ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ അത് DNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ. നൗ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് മെക്ലോറെത്തമിൻ എന്ന് പറയുന്നതാണ്. മെക്ലോറെത്തമിൻ എന്നാണ് ഫസ്റ്റ് ആൽക്കലൈനേറ്റിംഗ് ഏജന്റിനുള്ള ഒരു എക്സാമ്പിൾ. IV ആയിട്ട് മാത്രം കൊടുക്കാൻ പറ്റുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ADR ആർ നോസിയ, വോമിറ്റിംഗ് ആൻഡ് ഹീമോഡൈനാമിക് ചേഞ്ചസ്. ഹീമോഡൈനാമിക് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് വോളിയത്തിനൊക്കെ മാറ്റം വരുത്തും എന്നുള്ളതാണ്. നൗ കമ്മിങ് ടു യൂസസ്. ഇനി യൂസസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജനറൽ ആയിട്ട് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് എന്ന് പറയുന്നതിന് പകരമായിട്ട് ചില സ്പെസിഫിക് ആയിട്ടുള്ള ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പല ഡ്രഗ്സുകളും യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹോഡ്ജ്കിൻ ആൻഡ് നോൺ ഹോഡ്ജ്കിൻ ലിംഫോമ. ഈ രണ്ട് ലിംഫോമ എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മളെ ലിവറുമായിട്ട് ലിംഫാറ്റിക് സെൽസുകളൊക്കെ ഉണ്ട്. ഈ ലിംഫാറ്റിക് സെൽസിലൊക്കെയുള്ള ക്യാൻസർ സെല്ലിനെയാണ് ഹോഡ്ജ്കിൻ ആൻഡ് നോൺ ഹോഡ്ജ്കിൻ ലിംഫോമാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെക്ലോറെത്തമിൻ എന്ന് പറയുന്ന ആൽക്കലിനേറ്റിംഗ് ഏജന്റ് യൂസ് ചെയ്യുന്നത്. നൗ കമ്മിങ് ടു നെക്സ്റ്റ് ആൽക്കലിനേറ്റിംഗ് ഏജന്റ്, ദാറ്റ് ഈസ് സൈക്ലോഫോസ്ഫോമൈഡ്. ദിസ് ഈസ് ആൾസോ ആൻ ഇമ്മ്യൂണോ സപ്രസൻ. ആൽക്കലിനേറ്റിംഗ് ഏജന്റ് സൈറ്റോടോക്സിക് ഡ്രഗ് ആണ്, അത് കൂടാതെ ഒരു ഇമ്മ്യൂണോ സപ്രസനും കൂടിയാണ്. Important ADR are alopecia and cystitis. Then coming to uses, it is mainly used for the treatment of solid tumor. Solid tumor എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിൽ രണ്ട് രീതിയിലുള്ള മസിൽസുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്മൂത്ത് മസിൽസുകളുണ്ട്, സ്കെൽട്ടൽ മസിൽസുകളുണ്ട്. കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള മസിൽസുകളുണ്ട്. നമ്മളെ ഇന്റേണൽ ഓർഗൻസ്, ലങ്സ്, GI സിസ്റ്റം, ഇങ്ങനെയുള്ളതൊക്കെ സോഫ്റ്റ് ടിഷ്യൂസുകളാണ്. സോളിഡ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം സ്കെൽട്ടൽ മസിൽ, ചിലപ്പോൾ ഹാൻഡിലായിരിക്കാം ട്യൂമർ വരുന്നത്, ചിലപ്പോൾ ലെഗിലായിരിക്കാം. അങ്ങനെ മസിൽസ് ഉള്ള ബൾക്കായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള സ്ഥലത്ത് ട്യൂമർ വരികയാണെങ്കിൽ, ക്യാൻസർ വരികയാണെങ്കിൽ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് സൈക്ലോഫോസ്ഫമൈഡ് എന്ന് പറയുന്നത്. മെൽഫെലാൻ എന്ന് പറയുന്ന ആൽക്കലിനേറ്റിംഗ് ഏജന്റ്. ഇമ്പോർട്ടൻ്റ് ADR ബോൺ മാരോ സപ്രഷൻ. ബോൺ മാരോ സപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസുകൾ ഉണ്ടാവാം, പാങ്ക്രിയാറ്റിസ് ഉണ്ടാവാം. Mainly used for the treatment of multiple myeloma. Nitrosourea, another alkylinating agent. Important ADR are nausea, vomiting. Now used for the treatment of wide variety of anti-tumor. They will cross blood-brain barrier, so we can use in meningeal leukemia. ചില ഡ്രഗ്സുകൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാത്തതായിരിക്കും. അപ്പോൾ ബ്രെയിൻ ട്യൂമറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബ്ലഡിലുണ്ടാകുന്ന ക്യാൻസർ, മെനിഞ്ചൽ ല്യൂക്കോമ എന്ന് പറയുന്ന രീതിയിലുള്ള ക്യാൻസേഴ്സുകൾ, അപ്പോൾ അതിനൊന്നും നമുക്ക് പല ഡ്രഗ്സുകളും യൂസ് ചെയ്യാൻ പറ്റില്ല. നൈട്രോസ്യൂറിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ക്യാൻ ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ, സോ വി ക്യാൻ യൂസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെനിഞ്ചൽ ല്യൂക്കോമ ആൻഡ് ബ്രെയിൻ ക്യാൻസർ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ആൽക്കലിനേറ്റിംഗ് ഏജന്റ്. അപ്പോൾ ആൽക്കലിനേറ്റിംഗ് ഏജന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തതാണ് പ്ലാറ്റിനം കോർഡിനേഷൻ കോംപ്ലക്സ് ഏജൻസ് എന്ന് പറയുന്നത്. സിസ്പ്ലാറ്റിൻ, കാർബോപ്ലാറ്റിൻ ആൻഡ് ഓക്സാലി പ്ലാറ്റിൻ എന്ന് പറയുന്ന ഡ്രഗ്സുകളാണ് അതിന് എക്സാമ്പിൾ. അപ്പോൾ അതിൻ്റെ സിസ്പ്ലാറ്റിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്
ഇത് കൊടുത്തു കഴിഞ്ഞാൽ they will hydrolyze intracellularly to highly reactive moiety. So they will cross link with the DNA and react with the SH group of cytoplasmic as well as nuclear protein. ന്യൂക്ലിയർ പ്രോട്ടീനുമായിട്ടൊക്കെ ബൈൻഡ് ചെയ്തിട്ട് സൈറ്റോപ്ലാസത്തിൽ തന്നെ സൈറ്റോടോക്സിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗാണ് സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത്. പ്ലാറ്റിനം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ലൈക്ക് സിസ്പ്ലാറ്റിൻ. നൗ കമ്മിങ് ടു ഏഡിയ, ദിസ് ഈസ് ഹൈലി എമിറ്റിക് എമിറ്റിക് പ്രോസസ്, അതായത് കീമോ ട്രിഗർ സോണിന് ആക്ടിവേറ്റ് ചെയ്തിട്ട് എമിസിസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ്. ദെൻ റീനൽ ടോക്സിസിറ്റി, ടെനിറ്റസ്, ഡെഫ്നെസ്, സെൻസറി ന്യൂറോപ്പതി, ഹൈപ്പർ യൂറിസീമിയ പോലെയുള്ള കണ്ടീഷൻസുകൾ ഉണ്ടാവും. കമ്മിങ് ടു യൂസസ്, മെറ്റാസ്റ്റാറ്റിക് ടെസ്റ്റിക്കുലാർ ആൻഡ് ഒവേറിയൻ കാർസിനോമ, ദെൻ സോളിഡ് ട്യൂമേഴ്സ് ലൈക്ക് ലങ്, ബ്ലാഡർ, എപ്പിഗാസ്ട്രിക്, ഈസോഫാജൽ, ഗ്യാസ്ട്രിക്, ഹെപ്പാറ്റിക്, ഹെഡ് ആൻഡ് നെക്ക് കാർസിനോമാസ്, ഇങ്ങനെയുള്ള കേസിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. നൗ കമ്മിങ് ടു ദ ആൻറ്റി മെറ്റബോളൈറ്റ്സ്. എന്താണ് ആൻറ്റി മെറ്റബോളൈറ്റ്സ് എന്നുള്ളത് നോക്കാം. സോ പേര് പറയുന്ന പോലെ തന്നെ ദേ ആർ ദ അനലോഗ്സ് റിലേറ്റഡ് ടു ദ നോർമൽ കമ്പോണൻസ് ഓഫ് ദി DNA ഓർ coenzyme ഇൻവോൾവ്ഡ് ഇൻ ദ ന്യൂക്ലിക് ആസിഡ് സിന്തസിസ്. ന്യൂക്ലിക് ആസിഡ് DNA ഉണ്ടാക്കാൻ വേണ്ട പ്യൂരിൻ നൈട്രജൻ ബേസ്, പ്യൂരിൻ പിരമിഡിൻ നൈട്രജൻ ബേസസുകളായിരിക്കാം, അല്ലെങ്കിൽ പ്യൂരിൻ നൈട്രജൻ ബേസസുകൾ യൂസ് ചെയ്തിട്ട് ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന എൻസൈംസുകളായിരിക്കാം. അതിനോടൊക്കെ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളാണ് ആൻറ്റി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ദേ വിൽ കോമ്പറ്റേറ്റീവ്ലി യൂട്ടിലൈസ് ദ നോർമൽ സബ്സ്ട്രേറ്റ് ടു ഗെറ്റ് ദംസെൽഫ് ഇൻകോർപ്പറേറ്റഡ് ഫോമിംഗ് ഡിസ്ഫങ്ഷണൽ മാക്രോമോളിക്യൂൾസ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടും ഒരുപോലെ സ്ട്രക്ചർ സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നടക്കേണ്ട നമ്മളെ ബോഡിയിലുള്ള കമ്പോണൻസിൻ്റെ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള ഡ്രഗ്സുകൾ കൊടുക്കുന്ന സമയത്ത് അത് കയറിയിരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്ന ആൻറ്റി മെറ്റബോളൈറ്റ്സുകളായിട്ടുള്ള ഡ്രഗ്സുകൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള മാക്രോമോളിക്യൂൾസുകൾ ഉണ്ടാവാം. നമുക്ക് സെൽ ഡിവിഷൻ ആവശ്യമായിട്ടുള്ള DNA അല്ലെങ്കിൽ RNA ഒന്നും ഉണ്ടാവാതെ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള മാക്രോമോളിക്യൂൾസുകൾ ഉണ്ടാവും. അങ്ങനെ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ തയോഗ്വാനിൻ, മെർകാപ്റ്റോപ്യൂരിൻ, ഹൈഡ്രോക്സിയൂറിയ, ഫ്ലൈഫ്ലൂറോയുറാസിൻ, ഇതൊക്കെയാണ് ആൻറ്റി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്ന സംഗതികൾ. പ്യൂരിൻ, പിരമിഡിൻ, നൈട്രജൻ ബേസസിന് സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള ഡ്രഗ്സുകളാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഫോളേറ്റ് ആൻറ്റഗോണിസ്റ്റ് ലൈക്ക് മെത്തോട്രെക്സേറ്റ്. ഒന്ന് നോട്ട് ചെയ്തോളാം, മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന ഡ്രഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാർമക്കോളജി ഓഫ് മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ 2 രീതിയിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണം. ഒന്ന്, ഇമ്മ്യൂണോ സപ്രസൻസിൽ മെത്തോട്രെക്സേറ്റ് ഉണ്ട്. രണ്ടാമത് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സിൽ മെത്തോട്രെക്സേറ്റ് ഉണ്ട്. ഇനി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻസിലും യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത്. സോ this is a folic acid analogs. Folic acid analog ആണ്, and they will inhibit dihydrofolate reductase enzyme. So thereby it will block the conversion of dihydrofolic acid to tetrahydrofolic acid. So that is the mechanism of action. ഡൈഹൈഡ്രോഫോളിക് ആസിഡിനെ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൈഹൈഡ്രോഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഡൈഹൈഡ്രോഫോളേറ്റിനെ ടെട്രാഹൈഡ്രോഫോളേറ്റ് ആയിട്ട് മാറ്റുന്ന റിയാക്ഷൻ വേണ്ട ഒരു എൻസൈമാണ് ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പം അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടെട്രാഹൈഡ്രോഫോളേറ്റ് ഉണ്ടാവുന്ന റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഈ ടെട്രാഹൈഡ്രോഫോളേറ്റ് ആണ് നമ്മളെ ബോഡിയിൽ മീഥൈൽ ഡോണറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് ന്യൂക്ലിയോടൈഡ്, ഏത് ന്യൂക്ലിയോടൈഡ് ആണോ വരുന്നത്, തൈമിഡിൻ ആണെങ്കിൽ തൈമിൻ ന്യൂക്ലിയോടൈഡ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ സമയത്ത് അവിടെ മീഥൈൽ ഡോണറിങ് ഉണ്ടാവാതെ വരും, ആ ഒരു റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതേ റിയാക്ഷനിൽ വരുന്ന വേറൊരു ഡ്രഗാണ് 5-ഫ്ലൂറോയുറാസിൽ എന്ന് പറയുന്നത്. അത് തൈമിഡിലേറ്റ് സിന്തറ്റൈസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. ടെട്രാഹൈഡ്രോഫോളേറ്റിൻ്റെ പ്രസൻസിൽ യൂറിഡിക് മോണോഫോസ്ഫേറ്റിനെ തൈമിഡിൻ മോണോഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്ന റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് 5-ഫ്ലൂറോയുറാസിൽ എന്ന് പറയുന്നത്. ഓക്കെ, മെത്തോട്രെക്സേറ്റിൻ്റെ യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നോൺ ഹോഡ്കിൻ ലിംഫോമ, ബ്രസ്റ്റ്, ബ്ലാഡർ, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ,
and osteogenic sarcoma. And this is also an important prominent immunosuppressant which is used for the treatment of rheumatoid arthritis, psoriasis and many other autoimmune disorder. Okay, അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ടും കൂടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ADRകളാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. മെത്തോട്രെക്സേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നൗ അനദർ ഫോളേറ്റ് ആൻറ്റഗോണിസ്റ്റ് ഈസ് പ്രിമിട്രെക്സൈഡ്. ഈ മെത്തോട്രെക്സൈറ്റിൻ്റെ കോൺകറാണ്, അതിനോട് സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള പുതിയ കോമ്പൗണ്ട് ആണ് പ്രിമിട്രെക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തൈമിഡിലേറ്റ് സിന്തറ്റൈസ് എന്ന് പറയുന്ന റിയാക്ഷനെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞാൽ തൈമിഡിലേറ്റ് സിന്തറ്റൈസ് എന്ന് പറയുന്ന സിന്തേസ് എന്ന് പറയുന്ന ആ ഒരു എൻസൈമിനെയും ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമിനെയും കൂടി ഒരുമിച്ച് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് പ്രിമിട്രെക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ADR, mucositis, diarrhea, myelosuppression, which are very similar to methotrexate. Then painful and itching erytheromatous rashes, which will lead to hand foot syndrome. Then so these are the different ADR of methotrexate. Now another purine antagonist is mercaptopurine and thioguanine. ഇപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ തൈമിഡിൻ ന്യൂക്ലിയോടൈഡിനെയും അതുപോലെ തന്നെ പ്യൂരിൻ ന്യൂക്ലിയോടൈഡിനെയൊക്കെ കൺവേർഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. സോ മെക്കാനിസം, ദേ വിൽ ഇൻഹിബിറ്റ് ദ കൺവേർഷൻ ഓഫ് ഇനോസിൻ മോണോഫോസ്ഫേറ്റ് ടു അഡ്നിൻ ആൻഡ് guanine nucleotide. They are the building blocks of RNA and DNA, and they will also inhibit the de novo purine synthesis by feedback inhibition mechanism. So that is the mechanism of mercaptopurine and thioguanine. Adverse drug reactions like bone marrow suppression, nausea, reversible jaundice, hyperuricemia. So these are the important ADR of mercaptopurine. Next purine antagonist is fludarabine. Fludarabine എന്ന് പറയുന്നത് ഫോസ്ഫോറിലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. They will inhibit the DNA polymerase as well as ribonucleotide reductase enzyme. Thereby they will interfere the DNA repair. Okay, അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന റിയാക്ഷൻസുകളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് വരുന്നതാണെന്ന് മനസ്സിലാക്കുക. ന്യൂക്ലിയോടൈഡിൻ്റെ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള റിയാക്ഷൻസിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ഫ്ലുഡാറാബിൻ ആയാലും മെർകാപ്റ്റോപ്യൂരിൻസുകളായാലും ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ. Now important areas of fludarabine: chill, fever, myalgia, arthralgia, vomiting, then myelosuppression and opportunistic infections, and it is mainly used for the lymphatic leukemia and non-Hodgkin lymphoma. Now coming to the pyrimidine antagonist like 5-fluorouracils. pyrimidine ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡിൻ അതിൻ്റെ അൻറ്റഗോണിസ്റ്റ് ആണ് 5-fluorouracil എന്ന് പറയുന്നത്. Mechanism of action: they will irreversibly inhibit thymidylate synthetase. Thereby it will inhibit the conversion of deoxyuridylic acid to deoxythymidyllic acid, and it will lead to non-availability of thymidylate, and this will lead to selective failure of DNA synthesis. It will also incorporate with the RNA and it will interfere the RNA synthesis and function, and that will also contribute the cytotoxicity. Now coming to the adverse drug reaction: bone marrow suppression, effect on GI cause myelosuppression, mucositis, then diarrhea, nausea and vomiting, peripheral neuropathy, and it is mainly used for the treatment of solid malignancies, colon, rectum, stomach, pancreas, liver, urinary, head and neck carcinomas. So these are the different uses of 5-fluorouracils. Now another pyrimidine antagonist is cytarabine or cytosine arabinoside. It's an cytidine analogs, and which is phosphorylated in the body to corresponding nucleotide and which will inhibit the DNA synthesis.
Triphosphate cytarabine is an inhibitor of DNA polymerase, as well as it will block the production of cytidalic acid. Now important ADR are bone marrow suppression, leukopenia, thrombocytopenia, anemia, mucositis and diarrhea. And it is only used in leukemias and lymphoma. Cytarabine എന്ന് പറയുന്ന ഡ്രഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലുക്കീമിയയിലും ലിംഫോമയിലും മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് സിറ്റാറാബിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ആൽക്കലിനേറ്റിംഗ് ഏജന്റ്, പ്ലാറ്റിനം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആൻഡ് ആൻറ്റി മെറ്റബോളൈറ്റ്സ്. ഇനി അടുത്ത ഒരു ക്ലാസ് ആണ്, വേറെ രീതിയിലുള്ള ഒരു മെക്കാനിസം കാണിക്കുന്ന ഒരു ഡ്രഗാണ് മൈക്രോട്യൂബ്യൂൾസ് ഡാമേജിങ് ഏജൻറ്റ്സ് എന്ന് പറയുന്ന ഡ്രഗ്സുകൾ, ലൈക്ക് വിങ്ക ആൽക്കലോയിഡ്സ് ആൻഡ് ടാക്സൈൻ എന്നൊക്കെ പറയുന്ന ഡ്രഗ്സുകൾ. ഞാനിത് നേരത്തെ പറഞ്ഞു, DNA റെപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ക്രോമസോം രണ്ട് സൈഡിലോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് സെല്ലിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഫോം ചെയ്യുന്ന ഒരു ട്യൂബുലിൻ പ്രോട്ടീൻ കൊണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സ്പിൻഡിലാണ് ഈ മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്ന സംഗതികൾ. ഓക്കെ, ഇതൊക്കെ സെൽ ഡിവിഷൻ്റെ മെറ്റാഫേസിൽ നടക്കുന്ന ഒരു ആക്ഷനാണ്, ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്പിൻഡിൽ ഫോം ചെയ്ത് ആ സ്പിൻഡിലാണ് റെപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ജനറ്റിക് മെറ്റീരിയലിനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലിൻ്റെ രണ്ട് കോർണറിലോട്ട് വലിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് മൈക്രോട്യൂബ്യൂൾ ഡാമേജിങ് ഏജൻറ്റ്സ് എന്ന് പറയുന്ന വിങ്ക ആൽക്കലോയിഡ്സുകളായിട്ടുള്ള വിംഗ്രിസ്റ്റിൻ, വിംബ്ലാസ്റ്റിൻ ആൻഡ് വിനോറിലിബിൻ എന്ന് പറയുന്ന ഡ്രഗ്സുകളൊക്കെ ചെയ്യുന്നത്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ, all these drugs will bind with the microtubular protein. ആ മൈക്രോട്യൂബുലാർ പ്രോട്ടീനെ പറയുന്ന പേരാണ് ട്യൂബുലിൻ എന്ന് പറയുന്നത്. ആ ട്യൂബുലിൻ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്ത് they will prevent its polymerization and assembly of microtubule, and this will cause disruption of mitotic spindles, and that will interfere with the cytoskeletal function. Thereby the chromosome will fail to move apart during mitosis. So metaphase of the mitosis process will be arrested. Okay, അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ സ്പിൻഡിൽ ഉണ്ടാവുന്നത് മൈക്രോട്യൂബ്യൂൾ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ മൈക്രോട്യൂബ്യൂൾ ഉണ്ടാവേണ്ട പ്രോട്ടീനുമായിട്ട് വിംഗ്രിസ്റ്റിനും വിംബ്ലാസ്റ്റിനും ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് പോളിമറൈസേഷൻ നടക്കുന്ന റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇപ്പോൾ ഇത് ചെറിയ ചെറിയ ട്യൂബുലിൻ മോളിക്യൂൾസുകളായിട്ടായിരിക്കും ബോഡിയിൽ ഉണ്ടാവുന്നത്. ഇത് പോളിമറൈസ് ചെയ്തിട്ടാണ് സ്പിൻഡിലായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ വിംഗ്രിസ്റ്റിൻ എന്ത് ചെയ്യും, ഈ ട്യൂബുലിൻ മോളിക്യൂൾസുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പോളിമറൈസേഷൻ സംഭവിക്കുന്നത്, സ്പിൻഡിലായിട്ട് ഫോം ചെയ്യുന്ന പോളിമറൈസേഷൻ റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്യൂബുലിൻ മോളിക്യൂൾസ് എന്ന് പറയുന്ന ഈ വിങ്ക ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ ലൈക്ക് വിംഗ്രിസ്റ്റിൻ, വിംബ്ലാസ്റ്റിൻ, വിനോറിലിബിൻ ഒക്കെ പറയുന്ന ഡ്രഗ്സുകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, now coming to the adverse drug reactions of vincristine, it have a prominent peripheral neuropathic action as well as alopecia, and also it will cause ataxia, nerve palsies, autonomic dysfunctions like postural hypotension, paralytic ileus, then urinary retention and seizure, and also it will suppress the bone marrow, which is very minimal. Now this can be used for the treatment of acute myeloid leukemia, Hodgkin diseases, Williams tumor, which is an cancer cells in the nephron. അങ്ങനെ വില്യംസ് ട്യൂമർ എന്ന് പറയുന്നത് നെഫ്രോൺസിൽ ഉണ്ടാവുന്ന ട്യൂമറിനെ പറയുന്ന പേരാണ് വില്യംസ് ട്യൂമർ എന്ന് പറയുന്നത്. എവിങ് സാർക്കോമ, ബോണിന് ചുറ്റും കാണുന്ന ഒരു രീതിയിലുള്ള ക്യാൻസറാണ് എവിങ് സാർക്കോമ എന്ന് പറയുന്നത്. Then neuroblastoma and carcinoma of the lungs. So these are the uses of vincristine, or it is also known as oncovin. Okay, now coming to the vimblastin, mechanism of action same aanu. They will bind with the tubulin protein and it will inhibit the polymerization process. Now coming to the adverse drug reaction, it will depress the bone marrow when compared with the vincristine. ഇവിടെ വിംഗ്രിസ്റ്റിൻ്റെ ADR പറഞ്ഞ സമയത്ത് ബോൺ മാരോ ഡിപ്രഷൻ മിനിമൽ ആണ് എന്നാണ് പറഞ്ഞത്.
വിംബ്ലാസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ബോൺ മാരോ ഡിപ്രഷൻ പ്രോമിനൻ്റ് ആണ്, ന്യൂറോടോക്സിസിറ്റിയും അലോപേഷ്യയും ലെസ് മാർക്ക് വിത്ത് വിൻക്രിസ്റ്റിൻ. അത് നേരെ തിരിച്ചുമാണ്. ഓക്കെ, നൗ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹോഡ്ജ്കിൻ ഡിസീസസ്, ദെൻ കപ്പോസി സാർക്കോമ വിച്ച് ഈസ് എൻ ക്യാൻസർ സെൽ cancer produced by human herpes virus, the neuroblastoma, non-Hodgkin lymphoma, breast and testicular carcinoma. So these are the uses of vimblastin. Now another microtubule damaging agent is paclitaxel. Paclitaxel എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മൈക്രോട്യൂബ്യൂൾ ഡാമേജിങ് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. പക്ഷേ മെക്കാനിസം ഓഫ് ആക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ട്യൂബുലിൻ പ്രോട്ടീൻസുകൾ മോളിക്യൂൾസിനെ പോളിമറൈസ് ചെയ്യുന്നതിനെയാണ് വിൻക്രിസ്റ്റിനും വിംബ്ലാസ്റ്റിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഇത് ചെറിയ ചെറിയ ട്യൂബുലിൻ പ്രോട്ടീൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്പിൻഡിലായിട്ട് ഫോം ചെയ്യുന്ന പോളിമറൈസേഷൻ പ്രോസസ്സിനെയാണ് വിൻക്രിസ്റ്റിനും വിംബ്ലാസ്റ്റിനും ബ്ലോക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവിടെ പാക്സിറ്റാക്സലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബൈൻഡ് വിത്ത് ദ ബീറ്റ ട്യൂബുലിൻ പ്രോട്ടീൻ ആൻഡ് ദേ വിൽ എൻഹാൻസ് ഇസ് പോളിമറൈസേഷൻ. നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അവിടെ പോളിമറൈസേഷനെ ഇൻഹിബിറ്റ് ചെയ്യായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വരുന്ന സമയത്ത് ട്യൂബുലിൻ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്ത് എക്സസ് ആയിട്ട് പോളിമറൈസേഷൻ സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളെ മുന്നിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ട്യൂബ്യൂൾസ് ഫോം ചെയ്ത് ക്രോമസോമിനെ രണ്ട് സൈഡിലോട്ടും തിരിച്ച് വലിക്കുന്ന സമയത്ത് ഈ സ്പെൻഡിൽ ഇല്ലാണ്ടായി പോകണം. ആ ഒരു പ്രോസസ്സ്, ഇല്ലാണ്ടായി പോകുന്ന പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് their depolymerization will be prevented. It will be stabilized and depolymerization will be prevented. അങ്ങനെ depolymerization പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ സെൽ ഡിവിഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, now coming to the ADR, reversible myelosuppression, then nausea, chest pain, arthralgia, myalgia, these are other ADRs of paclitaxels. Now coming to uses, metastatic ovarian and breast carcinoma, head and neck cancer, small cell lung cancer, esophageal adenocarcinoma, urinary hormonal refractory prostate cancers, AIDS related Kaposi sarcomas. So these are the uses of paclitaxels. Now coming to next class of cytotoxic drug, topomerase 2 as well as topomerase 1 inhibitors. Topomerase 2 inhibitors like etoposide. Etoposide G2 ഫേസിൽ ആവശ്യമായിട്ടുള്ള ഒരു എൻസൈം ആയിട്ടുള്ള DNA ടോപ്പോമറേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. G2 ഫേസിൽ ആവശ്യമായിട്ടുള്ള ഒരു DNA ടോപ്പോമറേസ് 2 എന്ന് പറയുന്ന ആ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടോപ്പോമറേസ് 2 ഇൻഹിബിറ്റേഴ്സിലായിട്ടുള്ള എറ്റോപ്പിസൈഡ് എന്ന് പറയുന്ന ഡ്രഗിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. നൗ ADR, alopecia, leukopenia and GI disturbances, and it is mainly used in testicular tumor, lung cancer, Hodgkin lymphoma, carcinoma of bladder as well as stomach. So these are the uses. Now topomerase 1 G2 ഫേസിലുള്ള ടോപ്പോമറേസ് 1ൻ്റെ മെക്കാനിസം ഓഫ് 1 എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ടോപ്പോമറേസ് 1 എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നൗ ADR, bone marrow suppression, neutropenia, abdominal pain, vomiting, anorexia and diarrhea, and it is mainly used in metastatic carcinoma of ovary, small cell lung cancers. Usually it is combined with the cisplatin. It is used for the treatment of cervical cancers. Now antibiotics. ഇനി ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ഥലത്താണ് DNA RNA ആയിട്ട് മാറുന്ന റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദീസ് ആർ ദ പ്രൊഡക്റ്റ് വിച്ച് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ മൈക്രോ ഓർഗാനിസം ആൻഡ് വിച്ച് ഹാവ് പ്രോമിനൻറ്റ് ആൻറ്റി ട്യൂമർ ആക്ടിവിറ്റി, and practically all of them will intercalate between the DNA strand and interfere with the template function.
അപ്പോൾ ഓരോ ആൻറ്റിബയോട്ടിക്കും ഓരോ രീതിയിലാണ് അതിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈക്ക് ആക്ടിനോമൈസിൻ ഡി എന്നുള്ളതാണെങ്കിൽ they will block the DNA transcription and also they will break the single strands in the DNA. Now ADR, vomiting, stomatitis, alopecia, bone marrow depression, and it is mainly used for the Williams tumor as well as methotrexate resistant choriocarcinoma, Ewing sarcoma, മെറ്റാസ്റ്റാറ്റിക് ടെസ്റ്റിക്കുലാർ കാർസിനോമ. കുറച്ച് ക്യാൻസേഴ്സിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആൻറ്റിബയോട്ടിക് ഈസ് ഡാനുറുബിസിൻ ആസ് വെൽ ആസ് ഡോക്സിറുബിസിൻ. They will intercalate between DNA strand and it will block the DNA as well as RNA synthesis, and also they will break in the DNA strand by activating topomerase 2 and generating quinone type of free radicals. It is mainly used for the treatment of myeloid as well as lymphoblastic leukemia, solid tumors such as breast, thyroid, ovary, bladder, lung cancer, sarcoma and neuroblastoma. Now important ADR are, it will produce ECG changes, arrhythmia, hypotension, then CHF due to cardiac myopathy which may be fatal, bone marrow depression, alopecia, stomatitis and vomiting. Then urine color may be changed to the red. That is important ADR of daunorubicin. Then bleomycin, mechanism of action, they will chelate the copper or iron and produce superoxide ions and intercalate between DNA strand, and it will cause chain scission as well as they will inhibit their repair. And it is mainly used for the treatment of testicular tumor, squamous cell carcinoma, Hodgkin lymphomas. ഇനി ബാക്കിയുള്ള ഡ്രഗ്സുകളൊക്കെ, ഇപ്പോൾ ഇത്രയും ഡ്രഗ്സുകളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ പറയുന്ന ഡയറക്റ്റാണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. തൈറിൻ പ്രോട്ടീൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ആൻജിയോജെനസിസ് ഇൻഹിബിറ്റേഴ്സ്, പ്രോട്ടിയോസോം ഇൻഹിബിറ്റേഴ്സ്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്നൊക്കെ പറയുന്ന ഡ്രഗ്സുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് മാത്രം പഠിച്ചു വെക്കുക. ആൻറ്റി ക്യാൻസർ ഡ്രഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സിൽ പറയാനുള്ളത്. ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാത്തൊരു ടോപ്പിക്കാണ്, പക്ഷേ ഇതിലുള്ള ചില ഡ്രഗ്സുകൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മളിത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നും കൂടി പറയുന്ന സമയത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രഗ്സുകളൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, റൗണ്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇതിൽ മെത്തോട്രെക്സേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. അതുപോലെ മെർകാപ്റ്റോപ്യൂരിൻ, 5-ഫ്ലൂറോയുറാസിൽ, ഈ 3 ഡ്രഗ്സുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റി ക്യാൻസർ ഡ്രഗ് ആസ് വെൽ ആസ് ഇമ്മ്യൂണോ സപ്രസൻറ്റും കൂടി ആയിട്ടുള്ള ഡ്രഗ്സുകളാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെത്തോട്രെക്സേറ്റും 6 മെർകാപ്റ്റോപ്യൂരിനും 5-ഫ്ലൂറോയുറാസിലും. ഓക്കെ, അതുപോലെ വിംഗ്രിസ്റ്റിൻ, വിംബ്ലാസ്റ്റിൻ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെക്കാനിസം ഓഫ് ആക്ഷനിൽ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്രഗും കൂടിയാണ്. ഓക്കെ, so that is all about the anti-cancer drugs.